ഒരുപാട് സാഹസികതകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരുപാട് സാഹസികമായ അനുഭവങ്ങളൊക്കെ നമ്മൾ പലരിൽ നിന്ന് കേട്ടിട്ടുണ്ട്. ഈ സാഹസികമായൊക്കെ ചെയ്യാൻ ആളുകൾക്ക് ഭയങ്കര ഇഷ്ടവുമാണ്. പക്ഷേ സ്വന്തം ജീവൻ പണയം വെച്ച് സാഹസികത ചെയ്യുക എന്ന് പറയുന്നത് അത്ര നല്ല കാര്യമായിട്ട് നമുക്കൊരിക്കലും തോന്നിയിട്ടില്ല എന്നുള്ളതാണ്. സാഹസികതയൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. ഇവിടെ സാഹസികത എന്നതിനപ്പുറം ഒരു വലിയ ഭയം കൂടി നമ്മളെ ജനിപ്പിക്കുന്ന ഒരു കാര്യമാണ് സംഭവിച്ചിരിക്കുന്നത്. കാബൂളിൽ നിന്ന് ഡൽഹിയിലേക്ക് പുറപ്പെട്ട ഒരു ഫ്ലൈറ്റിൽ 13 വയസ്സായ ഒരു ബാലൻ അതിൻ്റെ ടയറിൽ കയറി ഒളിച്ചിരുന്നു. ഫ്ലൈറ്റിൻ്റെ ടയറിൽ കയറി ഒളിച്ചിരുന്ന് ഡൽഹിയിലെത്തിയെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? യഥാർത്ഥത്തിൽ സംഭവിച്ച കാര്യമാണത്. സെപ്റ്റംബർ 22-നാണ് ഈ കാര്യം നടന്നത് എന്നുള്ളത്. അതായത് കാബൂളിൽ താമസിക്കുന്ന ഒരു 13 വയസ്സുകാരൻ, അവന് ഇറാനിലേക്ക് പോകണം. ടെഹ്റാനിലേക്ക് പോകാനെന്ന് കരുതിയാണ് അവൻ വിമാനത്താവളത്തിൽ. ഇനി എങ്ങനെയാണ് വിമാനത്തിനകത്ത് കയറിയതെന്നോ എങ്ങനെയാണ് അതിൻ്റെ അകത്ത് എത്തിയതെന്നോ ഒന്നും ഇതുവരെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടില്ല. അപ്പോൾ ഇവൻ കാബൂളിലെ വിമാനത്താവളത്തിൽ എത്തുന്നു. കാബൂളിലെ വിമാനത്താവളത്തിൽ നിന്ന് ടെഹ്റാനിലേക്ക് പോകാനാണ് വിചാരിച്ചത്. അങ്ങനെ ടെഹ്റാനിലേക്ക് പോകാനെന്ന് കരുതി കയറിയത് ഡൽഹിയിലേക്കുള്ള വിമാനത്തിലായിപ്പോയി. അപ്പോൾ വഴി തെറ്റിപ്പോയി എന്നുള്ളതാണ്. കം എയർ, അതായത് RQ4401 എന്ന വിമാനത്തിലാണ്, യാത്രക്കാരുള്ള വിമാനത്തിലാണ് ഈ കുഞ്ഞു ബാലൻ ഏകദേശം 1 മണിക്കൂറോളം, 13 വയസ്സ് മാത്രമാണ് അവൻ്റെ പ്രായം, 1 മണിക്കൂറോളം ഈ വിമാനത്തിൻ്റെ ടയറിൽ ഒളിച്ചിരുന്ന ഡൽഹി എയർപോർട്ടിലേക്ക് വന്നത്. ഡൽഹി എയർപോർട്ടിൽ നിന്ന് ഇവൻ ഇറങ്ങി ടാക്സി വേയിലേക്ക് പോകുന്ന സമയത്താണ് ഇത് സുരക്ഷാ ഉദ്യോഗസ്ഥരെ കണ്ണിൽപ്പെടുന്നത്. അവർ ചോദ്യം ചെയ്തപ്പോഴാണ് സംഭവങ്ങളുടെ നിജസ്ഥിതി പുറത്തു വരുന്നത്. അതായത് ഒരുപാട് ഇറാനിലേക്ക് പോകാനായിട്ട് ആഗ്രഹിച്ചതാണ്, ടെഹ്റാനിലേക്ക് പോകാനായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. പക്ഷെ വഴി തെറ്റി വന്നതാണ് എന്ന് CSFI ഉദ്യോഗസ്ഥരോട് പറയുന്നു. അവർ വൈകിട്ട് ഈ ഫ്ലൈറ്റ് രാവിലെ 10:20-നാണ് ഡൽഹി എയർപോർട്ടിൽ എത്തിയത്. വൈകിട്ട് 4:20-ന് അവിടെ നിന്ന് RQ4402 എന്ന ഫ്ലൈറ്റിൽ ഇവനെ തിരിച്ച് കാബൂളിലേക്ക് പറഞ്ഞയച്ചു എന്നുള്ളതാണ്. അതായത് കാബൂളിൽ നിന്ന് ഇറാനിലേക്ക് പോകാൻ ആഗ്രഹിച്ച ഒരു കുഞ്ഞ്, അവൻ കാണിച്ച സാഹസികതയാണ് നമ്മൾ ഇവിടെ ചർച്ചയാക്കുന്നത്. പക്ഷെ അതല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാബൂളിലെ വിമാനത്താവളത്തിൽ ഇത്രമാത്രം സുരക്ഷാ വീഴ്ചയോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഈ കാബൂളിൽ നിന്ന് ഡൽഹി എന്ന് പറയുന്നത് നമ്മുടെ തലസ്ഥാനമാണ്. അവിടേക്ക് ഭീകരർക്കൊക്കെ വലിയ എളുപ്പത്തിൽ നുഴഞ്ഞു കയറാൻ പറ്റുന്ന സംവിധാനമല്ലേ ഇത് എന്നുള്ളൊരു ചോദ്യമാണ് നമ്മളൊക്കെ ഉയർത്തുന്നത്. നമുക്കറിയാം കാബൂൾ അഫ്ഗാനിസ്ഥാനിലാണ്. അപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ ഒരുപാട് ഭീകരരുണ്ട്. ലഷ്കർ-ഇ തോയ്ബ അടക്കം, താലിബാൻ അടക്കം ഒരുപാട് ഭീകരർ അഫ്ഗാനിസ്ഥാനിലുണ്ട്. ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ ഭരിക്കുന്നത് തന്നെ താലിബാൻ എന്ന് പറയുന്ന ഭീകര സംഘടനയാണ്. അപ്പോൾ അവിടെ ഒരുപാട് ഭീകരർ ഇങ്ങനെ മുളപൊട്ടി വളർന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടെയൊക്കെ ആജീവനാന്ത ശത്രു എന്ന് പറയുന്നത്, അവരൊക്കെ പലരും പാകിസ്ഥാന് വേണ്ടി വിടുവേല ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അവിടെയുള്ള പലരും ഇന്ത്യയെ ശത്രുരാജ്യമായി കാണുന്നവരാണ്. അപ്പോൾ ഇന്ത്യയെ ശത്രുരാജ്യമായി കാണുന്ന അവരുടെ മുഖ്യ ലക്ഷ്യമെന്ന് പറയുന്നത് ഇന്ത്യയിൽ ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്തുക, ഇന്ത്യയെ തകർക്കുക എന്നുള്ളതാണ്. ഇന്ത്യയിൽ വലിയൊരു കലാപം ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഇന്ത്യയെ ഒരു വലിയ ആക്രമണത്തിന് ഇരയാക്കുക. നമ്മുടെ താജ് ഹോട്ടലിലൊക്കെ കണ്ടത് അങ്ങനെയാണ്. അപ്പോൾ ഇന്ത്യയിൽ അത്തരത്തിലൊരു കലാപം ഉണ്ടാക്കാൻ ഇപ്പോൾ അജ്മൽ കബീറൊക്കെ വന്നത് എങ്ങനെയാണ്? അജ്മൽ കബീറിൽ അജ്മൽ കസബൊക്കെ 21 വയസ്സ് മാത്രം പ്രായമുള്ള അജ്മൽ കസബ് വന്നത് ബോട്ടിലാണ്. മുംബൈ കടൽ തീരത്ത് വന്ന് ഇറങ്ങിയിട്ടാണ് പിന്നീട് ഈ എന്താ പറയുക, ഈ താജ് ഹോട്ടൽ ആക്രമണം, മുംബൈ ഭീകരാക്രമണങ്ങളൊക്കെ നടത്തുന്നത്. കയ്യിൽ ഹിന്ദുവാണെന്ന് അറിയിക്കാനുള്ള ചരടൊക്കെ കെട്ടി. ഭാഗ്യത്തിന് നമുക്ക് അയാളെ ജീവനോടെ പിടിക്കാൻ കഴിഞ്ഞത് കൊണ്ട് അയാളുടെ ഉദ്ദേശം നമുക്ക് എന്താണെന്ന് മനസ്സിലായില്ലെങ്കിൽ ഇന്ത്യയെ തകർക്കാൻ ഇവിടുത്തെ സർക്കാരുകൾ, അല്ലെങ്കിൽ ഇന്ത്യൻ സർക്കാർ, നരേന്ദ്രമോദി സർക്കാരോ അല്ലെങ്കിൽ BJP-ക്കാരോ ആളെ ഇറക്കി എന്ന് വരെ വേണമെങ്കിൽ ഇവിടുത്തെ കോൺഗ്രസ് പറയും. അപ്പോൾ നമ്മുടെ രാജ്യം, ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് ഇത്തരം രാജ്യങ്ങളിൽ നിന്ന് ഭീകരർക്ക് എളുപ്പത്തിൽ നുഴഞ്ഞു കയറാൻ കഴിയുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളതാണ്. 13 വയസ്സായ ബാലൻ ഈ ടയറിൽ പിടിച്ചു തൂങ്ങിയിരുന്നു എങ്കിൽ 1 മണിക്കൂറോളം, ഏകദേശം
ഈ ഇത് ഫ്ലൈറ്റ് പൊങ്ങുമ്പോൾ ഈ ഉയരങ്ങളിലേക്ക് എത്തുമ്പോൾ ഓക്സിജന്റെ അഭാവം കുറയും. അപ്പോൾ ഈ -50°C താപനില, അത് താഴും. ആ താഴും, വായു സമ്മർദ്ദം കുറയും, ജീവൻ നിലനിർത്താൻ തന്നെ വലിയ പാടായിരിക്കും. നമുക്കറിയാം വിമാനം പൊങ്ങുന്ന സമയത്തൊക്കെ നമുക്ക് ഈ ചെവി അടയും, വല്ലാത്തൊരു പിന്നെ ബുദ്ധിമുട്ടൊക്കെ നമുക്ക് അനുഭവപ്പെടും. അപ്പോൾ അതുപോലെ ഇത്രയും പൊക്കത്തിൽ എപ്പോൾ വേണമെങ്കിലും താഴേക്ക് വീഴുന്ന അപകടം സംഭവിക്കാം. എന്നിട്ട് പോലും അത്രയും ധൈര്യത്തോടെ ആ ബാലൻ അവിടെ പിടിച്ചു നിന്നു എന്ന് പറയുന്നത് ഒരുപക്ഷെ ആ രാജ്യം വലിയ രീതിയിൽ ആളുകളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടാകും. അവിടെ ജീവിക്കാൻ ആളുകളെ അനുവദിക്കാൻ അഫ്ഗാനിസ്ഥാനാണ്, സ്വാഭാവികമായിട്ടും നമുക്കറിയാം താലിബാനാണ്, അവിടെ ഒരു സ്വാതന്ത്ര്യവുമില്ല. മതം എന്ത് പറയുന്നു അതനുസരിച്ച് ജീവിക്കുന്ന കുറെ കാട്ടാളന്മാരാണ് ആ രാജ്യം ഭരിക്കുന്നത്. അപ്പോൾ പിന്നെ സംഗീതം കേൾക്കാൻ പാടില്ല, TV കാണാൻ പാടില്ല, നൃത്തം ചെയ്യാൻ പാടില്ല, ആണും പെണ്ണും ഒരുമിച്ച് സഞ്ചരിക്കാൻ പാടില്ല, ആണും പെണ്ണും ഒരുമിച്ചിരുന്ന് പഠിക്കാൻ പാടില്ല, വീടുകളിൽ അടുക്കളയിൽ ജനലുകൾ ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ കാടത്തുമായ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് സ്ത്രീകളെ പിന്നെ ശരീരത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന വസ്തുക്കൾ മാത്രമാക്കിക്കൊണ്ട് പോകുന്ന ഒരു ഭരണമാണ് അവിടെ. അപ്പോൾ ആ ഭരണം എന്ന് പറയുന്നത് കുറെ നല്ലവരായ മനുഷ്യർക്ക് അംഗീകരിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ആ ഭീകരതയിൽ നിന്ന് രക്ഷപ്പെടാൻ ഇങ്ങനെ ശ്രമങ്ങൾ ഉണ്ടാകും. അപ്പോൾ ഒരു നീണ്ട യാത്രയാണ് ഈ കുട്ടി നടത്തിയതെന്ന് പറയുമ്പോൾ നമുക്കൊക്കെ അത്ഭുതം തോന്നും എന്നുള്ളതാണ്. ഈ ഓക്സിജന്റെ അളവ് കുറയുമ്പോൾ ഹൈപ്പോക്സിയ തുടങ്ങിയ രോഗങ്ങൾ ഉണ്ടാവും. മാത്രമല്ല ഈ തണുപ്പിന്റെ താപനില ഉയരുമ്പോൾ ഹൈപ്പോതെർമിയ എന്ന് പറയുന്ന മാരകമായ രോഗങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ വീണ് മരണം സംഭവിക്കാം. ഇനി മരിച്ചില്ല എങ്കിൽ വലിയ ആഘാതത്തിലുള്ള പരിക്കുകൾ ഏൽക്കാം, കോമ സ്റ്റേജിലേക്ക് പോകാം. അങ്ങനെ വലിയ വലിയ ദുരന്തങ്ങൾ വരെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അതിൽ ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത് അഫ്ഗാനിസ്ഥാനിൽ നിന്നും കാബൂളിൽ നിന്നുമൊക്കെ വേണമെങ്കിൽ പാകിസ്ഥാനിൽ നിന്ന് ഭീകരർക്ക് കാബൂളിലോ അഫ്ഗാനിസ്ഥാനിലോ എത്തി അവിടെ നിന്ന് ഇതുപോലെ വിമാനങ്ങളിലെ പിന്നെ ടയർ ഗിയറുകളിൽ കിടന്ന് നമ്മുടെ രാജ്യത്തേക്ക് നിഷ്പ്രയാസം വരാൻ കഴിയില്ലേ? അതൊരു വലിയ വീഴ്ച, സുരക്ഷാ വീഴ്ചയില്ല. അപ്പോൾ കാബൂൾ എയർപോർട്ട് എന്താ ഒരു സുരക്ഷാ പരിശോധനയും ഇല്ലാതെയാണ് ആളുകളെ അകത്തേക്ക് കയറ്റിവിടുന്നതും ആളുകളെ യാത്ര ചെയ്യാൻ അനുവദിക്കുന്നതും എന്നുള്ളൊരു ചോദ്യം. ഇത് ഇന്ത്യ ഭയക്കണം എന്ന് തന്നെയാണ് പറയാനുള്ളത്. കാരണം നേരത്തെയും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. 1996 ഇതുപോലൊരു സംഭവം ഉണ്ടായി. അന്ന് ഡൽഹിയിൽ നിന്ന് ബ്രിട്ടീഷ് എയർവേസിലാണ് ബോയിങ് എയർവേസ് 747 ഡൽഹിയിലേക്ക് വന്നതാണ്. അതിൽ പ്രദീപ് സൈനിയും വിജയ് സൈനിയും ഉണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും ഗിയറിൽ കിടന്നാണ് വന്നത്. അതിൽ ഒരാൾ പ്രദീപ് രക്ഷപ്പെട്ടു, വിജയ് മരണപ്പെട്ടു എന്നുള്ളതാണ്. ഇപ്പോഴും ഈ 1947 മുതൽ 2001 വരെ 132 പേരാണ് ഇതുപോലെ ഗിയറിൽ കിടന്ന് ഓരോ വിമാനത്താവളങ്ങളിൽ എത്തുന്നത് എന്നുള്ളതാണ്. ഇത് വളരെ അപകടം പിടിച്ച ഒരു സംഭവം തന്നെയാണ്. ഈ 13കാരന്റെ വരവെന്ന് പറയുന്നത് ഒരുപക്ഷെ ഇത്തരത്തിൽ ഡൽഹിയിലെത്തിയാൽ ആരെങ്കിലും കണ്ടുപിടിക്കില്ല എന്നുള്ളൊരു ടെസ്റ്റ് ഡോസായി ഇവനെ ആരെങ്കിലും അയച്ചതാണോ എന്നുള്ള ഭയം പോലും നമ്മൾ കരുതി വയ്ക്കുക. നമ്മൾ സുരക്ഷിതരല്ല എന്നുള്ളത് കൃത്യമായ സുരക്ഷയോട് മാത്രമേ വിമാനത്താവളത്തിൽ ആളുകളെ നമ്മൾ ഇറക്കാവൂ എന്നുള്ള വലിയൊരു മുന്നറിയിപ്പ് കൂടിയാണ് നമുക്ക് തരുന്നത്. ഒരു കാരണവശാലും ഇത് പിന്നെ നിസ്സാരമായി കളയരുത് സർക്കാരുകൾ, അന്വേഷണ ഉദ്യോഗസ്ഥർ. ഇതിൽ കൃത്യമായ അന്വേഷണം ഉണ്ടാവുക തന്നെ വേണം.